ജീവസന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാഠഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. സഹോദരൻ ജോർജ് ഫിലിപ്പ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പാവനമായൊരു ജീവിതം നയിപ്പാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ടല്ലേ? പവിത്രമായിരിക്കാൻ ആർക്കാണ് ചിന്തയില്ലാത്തത്? എന്നാൽ പലതുകൊണ്ടും നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ സാധിക്കാതെ നിരാശയോടെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കും? അതെ, മറ്റുള്ളവർ നമുക്ക് നേരെ വിരൽ ചൂണ്ടാതെയും മനസാക്ഷിക്കുത്തലില്ലാതെയും ജീവിക്കുവാൻ സാധിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. എന്നാൽ അത്
സാധ്യമല്ല എന്ന് തന്നെ ഉറച്ച് ആയിരിക്കുന്നത് പോലെ അങ്ങ് പോകുവാനാണ് പലരുടെയും താല്പര്യം. അറിഞ്ഞോ അറിയാതെയോ അതാണുള്ളിൽ. എന്നാൽ വിശുദ്ധ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ആകുല ചിന്തയിൽ നിന്ന് അകന്നിരിക്കുവാൻ സാധിക്കും എന്നാണ്. അപ്പോൾ ശരിയായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. വളരെ ഹൃദയസ്പർശിയായ ഭാഗങ്ങളാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത്. പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. മാത്രമല്ല, നിങ്ങൾ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കണം. അങ്ങനെ ചെയ്യുമെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നാണ് നാം വായിച്ചത്. ഹൃദയങ്ങളെയും നിലവുകളെയും. എത്ര മനോഹരമില്ലേ? ഇനിയും പൗലോസ് വേറൊരു ഭാഗത്തേക്ക് വരികയാണ്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഒടുവിൽ സഹോദരന്മാരെ, 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ. അപ്പോൾ വാസ്തവത്തിൽ ലേഖനത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിയിരുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ പൗലോസ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. അവസാനമായുള്ള തൻ്റെ ഉപദേശങ്ങൾ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ പൗലോസ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ചുരുങ്ങിയ ജീവചരിത്രം ഈ വാക്യത്തിൽ കാണുവാൻ കഴിയും. സത്യമായവൻ ക്രിസ്തുവാണ്. അവൻ വഴിയും സത്യവും ജീവനുമാണ്. സത്യസന്ധമായത് ഘനമായതൊക്കെയും എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് പരമാർത്ഥമായതൊക്കെയും എന്നാണ് ശരിയായി വിവർത്തനം ചെയ്യേണ്ടത്. പരമാർത്ഥമായതൊക്കെയും. യേശുക്രിസ്തുവാണ് പരമാർത്ഥി. നീതിയായതൊക്കെയും, നീതിമാനായവൻ എന്നാണ് യേശുവിൻ്റെ ഒരു പേര്. നിർമ്മലമായതൊക്കെയും. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള വ്യക്തികളിൽ, മനുഷ്യരിൽ നിർമ്മലനായ ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് കർത്താവ് ആരോടാണ് ചോദിച്ചതെന്നറിയാമോ? തൻ്റെ ശത്രുക്കളോട്. ആർക്കെങ്കിലും പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തുവാൻ സാധിക്കുമായിരുന്നു എങ്കിൽ അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ ആർക്കെങ്കിലും കഴിയേണ്ടിയിരുന്നു. കാരണം അവർ അവനെ വെറുത്തിരുന്നു. എന്നാൽ ആർക്കും കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന്. നമ്മിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാനായി സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശു കർത്താവിൽ ഒരു കുറവും ഇല്ലായിരുന്നു. അവൻ പവിത്രനായിരുന്നു, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ എബ്രായ ലേഖകൻ അങ്ങനെയാണല്ലോ വിശദീകരിക്കുന്നത്. രമ്യമായതൊക്കെയും എന്ന് നാം വായിക്കുമ്പോൾ അവൻ കൃപയുള്ളവനായിരുന്നു എന്ന അർത്ഥമാണ് ഇവിടെ കാണുന്നത്. സൽഗുണം, ഇത് ശക്തിയെയും ധൈര്യത്തെയും ആശ്രയിക്കുന്ന കാര്യമാണ്. അവൻ ധൈര്യശാലിയായ വ്യക്തിയും ഒരു യഥാർത്ഥ മനുഷ്യനുമായിരുന്നു. അവൻ നമ്മുടെ മനുഷ്യത്വത്തെ തൻ്റെ മേൽ ഏറ്റെടുത്തു. പിന്നെ നാം വായിക്കുന്ന പുകഴ്ചയോ അതൊക്കെയും. അവനെ ഇന്ന് നമുക്ക് പുകഴ്ത്തുവാനും ആരാധിക്കുവാനും കഴിയും. മലീമസമായ ഒരു ലോകത്തിലാണ് ഞാനും താങ്കളും ഇന്ന് ജീവിക്കുന്നത്. നമ്മെ തന്നെ അശുദ്ധമാക്കാതെ ഒരു തെരുവുകളിൽ കൂടിയും നടക്കുവാൻ നമുക്കിന്ന് കഴിയുകയില്ല. നമ്മുടെ മനസ്സും കണ്ണുകളും മലിനമാകുന്നു. ഈ അശുദ്ധിയെക്കുറിച്ച് താങ്കൾ പ്രയാസപ്പെട്ടിട്ടുണ്ടോ?
ലോകജാതിയിൽ ഭൂരിഭാഗവും തങ്ങളെ തന്നെ മലിനത, അശുദ്ധി, അക്രമം എന്നിവ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവപൈതൽ തൻ്റെ സമയത്ത് ഈ ലോകപരമായ അശുദ്ധിയും മലിനതയും ചോദ്യം ചെയ്യത്തക്കതുമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ശക്തി ഉണ്ടായിരിക്കുകയില്ല. ലോകപരമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുകയും ലോകപരമായ കാര്യങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ഹൃദയവും നിറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം ബലഹീനരായ വിശ്വാസികൾ ഉണ്ടാകുവാൻ കാരണം. എന്നിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ശക്തി ഇല്ലാതിരിക്കാൻ കാരണം എന്ത് എന്ന് അവർ ചിന്തിക്കുന്നു. നമുക്കൊരു കൃപാസനത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുവാൻ, നമ്മെ വെടിപ്പാക്കുവാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ച് ചിന്തിപ്പാനുണ്ടായിരിക്കണം. ചിന്തിക്കുവാൻ ഉതകുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. ദൈവവചന ധ്യാനത്തിനായി നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിൽ എത്രമാത്രം സമയം നാം ചെലവഴിക്കുന്നു? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് 2 കൊരിന്ത്യർ 3:18 നാം വായിക്കുന്നു. ദൈവവചനം ഒരു മുഖക്കണ്ണാടിയാണ്. അതിൽ നമുക്ക് കർത്താവിൻ്റെ തേജസ് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ജീവനുള്ള ക്രിസ്തുവിനെ കാണുവാനുള്ള ഏക മാർഗം ദൈവവചനമാണ്. അവനെ കണ്ടു കഴിയുമ്പോൾ വേറെ ഒരു വിശ്വാസത്തിലും നിങ്ങൾക്ക് ലഭ്യമല്ലാത്ത സ്വാതന്ത്ര്യവും വളർച്ചയുടെ അനുഭവവും അവൻ താങ്കൾക്ക് നൽകുന്നു. നാം നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കുന്നത് എന്തോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും. സത്യമായതുകൊണ്ടും മാന്യമായതുകൊണ്ടും നീതിയായതുകൊണ്ടും വിശുദ്ധമായതുകൊണ്ടും സുന്ദരമായതുകൊണ്ടും ആകർഷകമായതുകൊണ്ടും ഹിതകരമായതുകൊണ്ടും ഉത്കൃഷ്ടമായതുകൊണ്ടും പ്രശംസാർഹമായതുകൊണ്ടും നാം നമ്മുടെ മനസ്സിനെ ക്രമപ്പെടുത്തി വെക്കണമെന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ നാം ഒക്കെ എത്ര ഭാഗ്യവാന്മാരായിരുന്നു അല്ലേ? പാഹി മാം ദേവദേവാ പാവനരൂപാ പാഹി മാം ദേവദേവാ പാഹി മാം ദേവദേവാ പാവനരൂപാ പാഹി മാം ദേവദേവാ മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാ നവുകയാം പരമേശ പാഹി മാം ദേവദേവാ പാവനരൂപാ പാഹി മാം ദേവദേവാ. ലോകവുമതിലുള്ള സർവവും നിജവാക്കാൽ ലോകവുമതിലുള്ള
സർവവും നിജവാക്കാൽ ചാലവേ പടച്ചോരു ദേവനായക വന്ദേ പാഹി മാം ദേവദേവാ പാവനരൂപ പാഹി മാം ദേവദേവാ. ക്ഷമസങ്കടം നീക്കി പ്രാണികൾ തനുവേലം ക്ഷമസങ്കടം നീക്കി പ്രാണികൾ തനുവേലം ക്ഷേമജീവിതം നൽകും പ്രേമഹർമ്യമേ ദേവാ പാഹി മാം ദേവദേവാ പാവനരൂപ പാഹി മാം ദേവദേവാ. ദീനരിൽ കനിവേറും പ്രാണനായക ദേവാ ദീനരിൽ കനിവേറും പ്രാണനായക ദേവാ കാണൂ ഞാൻ തിരുമുൻപിൽ വീണിതാ വണങ്ങുന്നേൻ പാഹി മാം ദേവദേവാ പാവനരൂപ പാഹി മാം ദേവദേവാ പാഹി മാം ദേവദേവാ പാവനരൂപ പാഹി മാം ദേവദേവാ. സത്യമായത്, മാന്യമായത്, നീതിയായത്, വിശുദ്ധമായത്, സുന്ദരമായത്, ആകർഷകമായത്, ഹിതകരമായത്, ഉത്കൃഷ്ടമായത്, പ്രശംസാർഹമായത്. അശുദ്ധമായ ചിന്തകളാലും ദിവാസ്വപ്നങ്ങളാലും താങ്കൾ വലയാറുണ്ടോ? അങ്ങനെയെങ്കിൽ ടി വിയിൽ കൂടെയോ പുസ്തകങ്ങളിലൂടെയോ മാസികകളിലൂടെയോ സംസാരത്തിലൂടെയോ താങ്കൾ സാധാരണ മനസ്സിൽ കടത്തുന്നത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. വഴിയിൽ കാണുന്ന പരസ്യങ്ങൾ പോലും ദുഷിപ്പിക്കുന്നവയാണിന്ന്. ദോഷകരമായ കാര്യങ്ങളെ പൂർണ്ണമായവ കൊണ്ട് മാറ്റുക. എന്തിലും ഉപരി ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നല്ലതും വിശുദ്ധമായതിലും ചിന്ത കേന്ദ്രീകരിക്കുവാൻ സഹായിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതിൽ അല്പം പരിശ്രമം ആവശ്യമാണ് കേട്ടോ, എന്നാൽ സാധിക്കാവുന്നതേയുള്ളൂ. ഈ കാര്യത്തിൽ ശക്തിയോടെ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിലെ അജ്ഞതയാണ് ജനങ്ങളെ ആകെ തെറ്റിക്കുന്നത്. ചില വിശ്വാസികൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. വിശ്വാസത്തിൻ്റെ ഒരേ കാറ്റിൽ അവർ ആടിപ്പോകുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ വിജയവും ശക്തിയും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ദൈവവചനത്തിൽ കൂടി ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിന് മാത്രമേ താങ്കളെ ശക്തീകരിക്കുവാൻ കഴിയൂ.
താങ്കൾ ശാരീരികമായി ബലഹീനനായിരിക്കുമ്പോൾ താങ്കൾക്ക് ശാരീരികമായി ആഹാരം ആവശ്യമാണ്. അത് ദൈവവചനമാകുന്നു എന്നോർക്കണം. നിങ്ങളുടെ ആത്മീയ ആഹാരം ദൈവവചനമാണ്. ദൈവവചന ധ്യാനത്തിൽ സമയം ചെലവഴിക്കുന്നതിൽ കൂടി മാത്രമേ ആത്മീയമായി വളരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എന്നും ഈ പഠനം. പ്രയോജനമല്ലേ? യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്ന വചനമാണ് ഇത്. അവനെ കാണുവാനുള്ള കണ്ണുകളുണ്ടെങ്കിൽ തിരുവചനത്തിൻ്റെ ഓരോ താളുകളിലും അവനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നാം അവനെ കാണേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ വാസ്തവമായി നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. ക്രിസ്തുവിൻ്റെ തേജസ് കാണുവാൻ കഴിഞ്ഞാൽ ഇത് സാധ്യമായി തീരും. ക്രിസ്തുവിനെ ധ്യാനിക്കുകയും ആരാധിക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യേണ്ടത് ആവശ്യമത്രേ. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. പ്രവർത്തിപ്പീൻ എന്നതിന് പ്രയോഗിക്കുക അല്ലെങ്കിൽ പ്രായോഗികമാക്കുക എന്ന അർത്ഥമാണുള്ളത്. തൻ്റെ ജീവിതത്തെ അനുകരിക്കുവാനായി സഹവിശ്വാസികളെ ആഹ്വാനം ചെയ്യുവാനുള്ള പ്രാഗൽഭ്യം പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. മറ്റ് വിശ്വാസികൾക്ക് മാതൃകയായ ജീവിതം നയിക്കുവാൻ അവന് കഴിഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് നാം മുമ്പ് ചിന്തിച്ചുവല്ലോ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. പൗലോസ് എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ശ്രമിച്ചിരുന്നത് കൊണ്ടാണ് എന്നെ അനുകരിപ്പീൻ എന്ന് പറയുവാൻ കഴിഞ്ഞത്. നിങ്ങൾ അവിടുത്തെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയിരിക്കുന്നു. ഇതാണ് 1 പത്രോസ് 2:21 പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകണം എന്നത്രേ എബ്രായ ലേഖന കർത്താവും ഉത്ബോധിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എബ്രായ ലേഖകൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാം കാണുന്നു. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ജനം ക്രിസ്തുവിനെയല്ല, വിശ്വാസികളായ നമ്മെയാണ് നോക്കുന്നത് എന്ന് മറക്കരുത്. അവർക്ക് മാതൃകയായി അനുകരിപ്പാൻ കഴിയാത്ത ജീവിതമാണോ നാം ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. എന്നോട് പഠിച്ചും എന്നോട് ഗ്രഹിച്ചും എന്നിൽ നിന്ന് കേട്ടുമുള്ളത് പ്രായോഗികമാക്കുവീൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ കണ്ടിരുന്നതിനാൽ അവന് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ പവിത്രമായ ഒന്നാണ്. എപ്രകാരമുള്ളതാണ് താങ്കളുടെ ജീവിതം? വിജയകരവും മറ്റുള്ളവർക്ക് മാതൃകാപരവുമായ ജീവിതമാണോ താങ്കൾ നയിക്കുന്നത്? അല്ല എങ്കിൽ ശക്തിക്കും സഹായത്തിനുമായി ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നേ മതിയാകൂ, വേറെ മാർഗമില്ല എന്നാണ് നാം കാണുന്നത്. 10-ാം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. പ്രധാനമായും നന്ദി സൂചകമായി എഴുതിയ ഒരു ലേഖനമാണ് ഫിലിപ്പി ലേഖനം എന്ന് ഇതിൻ്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ അനുഭവത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. തുടർന്ന് അവൻ അവരുടെ ദാനത്തെ ഓർത്ത് അവർക്ക് നന്ദി പറയുവാൻ പോവുകയാണ്. 2 സംവത്സരമായി ഫിലിപ്പിയിലെ സഭ പൗലോസുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അവർക്കറിയില്ലായിരുന്നു അവൻ എവിടെയാണെന്ന്. യെരുസലേമിൽ തടവിലാക്കപ്പെട്ടതിന് ശേഷം പൗലോസ് എവിടെയായിരുന്നു എന്നവർക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. പൗലോസിനെ റോമിലൊരു കാരാഗ്രഹത്തിലേക്ക് മാറ്റി എന്ന അറിവാണ് പിന്നീട് അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ പൗലോസുമായി ബന്ധം പുലർത്തുന്നതിനോ അവൻ എന്തെങ്കിലും ദാനം അയച്ചു കൊടുക്കുന്നതിനോ കഴിയാതെ പോയതിന് അവർ ക്ഷമാപണം ചെയ്തു. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച്
അറിയാതിരുന്നത് കൊണ്ടാണ് എന്നെ സഹായിപ്പാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എന്നെനിക്കറിയാം. ഇതത്രേ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. പൗലോസ് എത്രമാത്രം സ്നേഹത്തോടാണ് അവരോട് ഇടപെടുന്നത്. അവരോട് പറഞ്ഞില്ല, നിങ്ങൾ ശ്രമിച്ചതായിരുന്നാൽ കണ്ടുപിടിക്കാമായിരുന്നു, ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു പരിഭവവുമില്ല, ഒരു പരാതിയുമില്ല. 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താൻ ഒരിക്കലും അവരോട് സഹായ അഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. താൻ ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരുന്നു. കാരാഗ്രഹത്തിലോ സ്വതന്ത്രനായി പുറത്തോ ഈ വ്യത്യാസം പൗലോസിനെ ബാധിച്ചിരുന്നില്ല. സംഗതികളെല്ലാം ഭംഗിയായും കൃത്യമായും നടന്നാൽ, നാം ശരിയായ സ്ഥാനത്തായിരുന്നെന്നാൽ നാം സംതൃപ്തരായിരിക്കുമെന്നാണ് നമ്മിൽ പലരും ചിന്തിക്കുന്നതില്ലേ? നാം സംതൃപ്തിക്കായി നമ്മുടെ സാഹചര്യത്തിലും ചുറ്റുപാടിലും ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സംതൃപ്തിയെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും സാഹചര്യമാകുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഏതവസ്ഥയിലും എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരുന്നു. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായി ഏറ്റവും താണ നിലയിലും ഏറ്റവും ഉന്നതമായ നിലയിലും ജീവിപ്പാൻ എനിക്കറിയാമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഒന്നുമല്ലാതിരുന്ന പല സന്ദർഭങ്ങളിലും അവൻ സംതൃപ്തനായിരുന്നു. ഒന്നുമില്ലാതിരുന്ന ആ ചുറ്റുപാടിൽ അവന് ധാരാളമായി ഉള്ളതുപോലെ അവൻ ജീവിച്ചു. ഇത് കപടഭക്തിയല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ആ രീതി അതായിരുന്നു. ധാരാളമായി ദൈവം അവന് നൽകിയ അവസരങ്ങളുണ്ട്, അപ്പോഴും അവൻ തൃപ്തനായിരുന്നു. അപ്പോൾ അത്യാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആളുകൾക്ക് ഇല്ലാത്തതല്ലല്ലോ പ്രശ്നം, അത്യാഗ്രഹം. എത്ര കിട്ടിയാലും പോരാ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം പഠിച്ചിരിക്കേണ്ട ഒരു ശ്രേഷ്ഠമായ പാഠമാണിത്. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സംതൃപ്തമായ ജീവിതം, ദൈവത്തോടുകൂടെ അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. ആദായ മാർഗം അറ്റുപോകുമ്പോൾ, വരുമാനം കുറയുമ്പോൾ ദൈവത്തെ ദുഷിക്കുകയും അവനോട് പിറുപിറുക്കുകയും ചെയ്യാറുണ്ടോ? ഏതവസരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതിനും നാം തയ്യാറായിരിക്കേണ്ടതത്രേ. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. പലപ്പോഴും നാം അങ്ങനെ തയ്യാറാകാതിരിക്കുന്നത് കൊണ്ട് പിറുപിറുപ്പുണ്ടാകുന്നു. എന്തെങ്കിലും ഇല്ല എന്നൊരവസ്ഥ വന്നു കഴിയുമ്പോഴേക്കും നാം എന്തുമാത്രം പിറുപിറുക്കുന്നു. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ടനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. നാം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊങ്ങിയും താണും ദൈവത്തെ സേവിക്കുന്നവരാകരുത്. നാം സാഹചര്യങ്ങൾക്കതീതമായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാകണം. ഇതത്രേ പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ ഈ ജനങ്ങളോട് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ എപ്രകാരമാകുന്നു സാഹചര്യങ്ങളെ കാണുന്നത്? സമൃദ്ധിയായിരിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും കുറവായി തോന്നുമ്പോൾ നാം ആകെ പതറിപ്പോകുന്ന അവസ്ഥയാണോ? അത് ശരിയല്ല. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുമോ? ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കും.